ചപ്പാത്തിക്കും ചോറിനും പറ്റിയ അടിപൊളി വെറൈറ്റി ടേസ്റ്റുള്ള പയറുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് മല്ലിയില, സവാള, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 ടീസ്പൂൺ കടലപ്പൊടി, അത് പേസ്റ്റ് ആവാൻ ആവശ്യമുള്ള അത്രയും പുളിയില്ലാത്ത തൈര് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ കായപ്പൊടി, പിന്നെ ഉപ്പിൽ വേവിച്ച നമ്മുടെ പയർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നല്ല ജീരകം, പിന്നെ നമ്മുടെ കടുകും, പിന്നെ ഉപ്പും കുറച്ച്. ഒരു പാനിൽ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുകും നല്ല ജീരകവും ഇട്ടിട്ട് കടുക് പൊട്ടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ആ തൈരും കടലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ച ഇത് പോണ വരെ ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയും ഇളക്കാം. അതൊന്ന് നല്ലോണം മിക്സായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയറിട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് തിളക്കാൻ വെക്കാം. 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് മല്ലിയിലയും 1 ടീസ്പൂൺ ഗീയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുകറി റെഡി.